ഹായ് ഫ്രണ്ട്സ്, ഐ എം ഷഫീഖ് ഫ്രം സ്മൈൽ ആൻഡ് പ്രൊസീഡ്. നമ്മുടെ നാട്ടിലെ SSLC എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് അല്ലേ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ. എൻ്റെ നാട്ടിലുണ്ട് 19ഓളം ആളുകൾ. അവർ മുഴുവനായിട്ടും വിജയിക്കുകയും അതിൽ 2-3 ആളുകൾ ഉന്നത വിജയിയും ആണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നലെ 2 ദിവസം മുന്നേ അവരോട് സംവദിക്കുകയും അവരോട് നല്ല രീതിയിൽ സംസാരിച്ചപ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി എനിക്ക് വന്നു. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ വീഡിയോയിൽ ഉടനീളം ഞാൻ 16ൽ ഒരാളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 16 ആളുകൾ മാത്രമല്ല എൻ്റെ നാട്ടിൽ SSLC എക്സാം എഴുതി പാസ്സായവരുള്ളത്. 19ഓളം ആളുകളുണ്ട്. ഞാൻ ഈ 16 എന്ന് പറയുന്നത് SSLC എക്സാമിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ നാട്ടുകാരോട് പറഞ്ഞിരുന്നു, SSLC എക്സാം എഴുതാൻ പോകുന്ന ആളുകളുടെ പേര് വിവരം ഒന്ന് എനിക്ക് അയച്ചു തരണമെന്ന്. അതിൽ അയച്ചു തന്നതും എനിക്ക് കുറച്ച് അറിയാവുന്നതുമായ 16 പേരാണ് ഞാൻ സെലക്ട് ചെയ്തത്. ആ 16 പേരിൽ പലരെയും ഞാൻ എക്സാമിൻ്റെ മുന്നേ തന്നെ വീടുകളിൽ പോയി കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ വളരെ സന്തോഷമുണ്ട്. ആ 16 പേരും ബാക്കിയുള്ള 2-3 ആളുകളും കൂടെ 19 ആളുകൾ എൻ്റെ നാട്ടിൽ നിന്ന് വളരെ നല്ല രീതിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അവരെ ഞാൻ ഇന്നലെ പോയി കണ്ടു, അവർക്കൊരു ചെറിയ ഗിഫ്റ്റും കൊടുത്തു. പിന്നെ ഞാൻ ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ചെറുതായി ഒന്ന് തോന്നിയേക്കാം അല്ലേ, ഇത്രയും വലിയ പോഷാക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ പെട്ടതല്ലേ, ഒരു SSLC എല്ലാവരും കഴിയേണ്ടതല്ലേ, ഒരു IAS ഒന്നും അല്ലല്ലോ ഇതിനെ ഇത്രയും വലുതാക്കാം എന്ന് ചോദിക്കുന്നവരോട്, രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെയും ദുഃഖം ഒന്നാണെന്ന് പറയുന്നത് പോലെ അവർക്ക് IAS എക്സാം പോലെ തന്നെയാണ് ഈ ഫസ്റ്റുള്ള ഈ SSLC എക്സാം. എനിക്ക് അങ്ങനെ ആയിരുന്നല്ലേ, ഞാൻ SSLCയുടെ സമയത്ത് എനിക്ക് വലിയ സംഭവമായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ എനിക്കത് തോന്നുന്നില്ല, കാരണം അതിലേക്കാൾ അപ്പുറത്ത് ഒരുപാട് എക്സാമുകൾ എഴുതിയതിന് ശേഷം. അപ്പോൾ അവരുടെ ആ സന്തോഷത്തിന് ഒരു മാറ്റു കൂട്ടാൻ വേണ്ടി ഒരു ചെറിയ ശ്രമം നടത്തിയതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ആ ഷെയറിങ്ങിലൂടെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പ്രചോദനം ഉണ്ടായി കഴിഞ്ഞാൽ അത് നല്ലതല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അമർത്തുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി കാണാം എൻ്റെ നാട്ടിലെ ആ ജ്വലിക്കുന്ന ദീപം. ഇനി വരുന്ന തലമുറയെ അവരെ പടുത്തുയർത്തും ഒരു വിപ്ലവങ്ങൾ അവർ സൃഷ്ടിക്കാൻ പോവുകയാണ്. കാരണം അവരുടെ മനസ്സിലുള്ള ഓരോരോ തീരുമാനങ്ങൾ വളരെ തീക്ഷ്ണമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ശരിക്കും ജ്വലിക്കുന്നത് കാണാം. ചില 2-3 ആളുകളോട് സംസാരിച്ചപ്പോൾ ഓരോ തീരുമാനങ്ങളും അവർ വളരെ സ്പഷ്ടമായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്ത് മുഴുവനായിട്ട് വീഡിയോ കാണുക. ഈ 19 വിദ്യാർത്ഥികളിൽ 4 ആളുകളെ എനിക്ക് നേരിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഷാഹിന്, ജസീം, നിദ ഫാത്തിമ, സഫ്വാന, ഇവരെ എനിക്ക് നേരിൽ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പലരെയും ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു. വളരെ സന്തോഷത്തോടെയാണ്, വളരെ പോസിറ്റീവായിട്ടാണ് അവരുടെ റെസ്പോൺസുകൾ. വളരെ നല്ല മാർക്കാണ്. അവർക്ക് ഓരോ തീരുമാനങ്ങളുണ്ട്. ചില ആളുകൾ വളരെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ കരിയർ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചത് പോലെയല്ല നമ്മുടെ മക്കൾ. അവർക്ക് നല്ല സപ്പോർട്ട് നൽകുക. നിങ്ങൾ വീഡിയോ കാണാം. നമ്മളിപ്പോൾ ഷദീദ മുംതാസിന്റെ വീട്ടിലാണത്. ഷദീദ മുംതാസിന് ഫുൾ A+ ആണ്. ഓക്കെ, ബാക്കി ഗിഫ്റ്റ് കൊടുക്കലും ഉള്ള വിവരങ്ങളൊക്കെ നമുക്കിപ്പോൾ ചോദിച്ചറിയാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഷദീദ മുംതാസിന്റെ വീട്ടിലാണുള്ളത്. മുപ്പരോടെ ഉണ്ട്. എങ്ങനെയാണ് ഗ്രേഡ്? ഫുൾ A+. ആണ്. ഫുൾ A+ കിട്ടാൻ വേണ്ടി പഠിച്ചാണോ അല്ല പഠിച്ചപ്പോ ഫുൾ A+ കിട്ടിയാണോ? ആണ്. അപ്പൊ ഈ ഫുൾ A+ കൊണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരെ പ്രശംസിച്ചിട്ടുണ്ടാവില്ലേ അല്ലെ? എങ്ങനെയൊക്കെ ആയിരുന്നു ഈ എക്സ്പീരിയൻസ്? സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എല്ലാരും കുടുംബക്കാരും നാട്ടുകാരും എല്ലാരും ഭയങ്കര എല്ലാരും വിളിച്ചു, എല്ലാവരും എന്തിനാ വിളിച്ചു. പിന്നെ കുറെ കമന്റ്സ് കിട്ടി. ഹാപ്പിയാണ്. അപ്പോ ഇത് പഠിക്കുന്ന സമയത്ത് നിന്റെ അടുത്ത് ഫുൾ A+ എക്സ്പെക്ട് ചെയ്തിങ്ങനെ നിന്നെ ഫുൾ A+ എടുക്കണം ചെയ്യണം എന്നിട്ട് പറഞ്ഞു ആരെങ്കിലും പ്രഷർ ചെയ്തിരുന്നോ? നീ അക്സെപ്റ്റ് ചെയ്താണോ? കിട്ടിയപ്പോ വളരെ സന്തോഷം. അപ്പൊ ഈ ഫുൾ A+, 10ാം ക്ലാസ് ആണോ ഫുൾ A+ കിട്ടിയൊക്കെ റെഡി ആയി എന്ന് തോന്നുന്നുണ്ടോ? ഇത് മതി, ഇതാണ് എന്റെ ബേസിക്കും തോന്നുന്നുണ്ടോ? തുടക്കം. അപ്പോ ഇനി അങ്ങോട്ട് എന്താണ്, എവിടെയാണ് എയിം? ഒരിക്കലും ചോദിക്കാൻ പാടില്ല. എന്റെ പക്ഷം ഒരിക്കലും ഒരാളുടെ എയിം ചോദിക്കാൻ പാടില്ല അല്ലെ? അത് നിന്റെ എയിം നിനക്കതായ രീതി ഉണ്ടാവും അല്ലെ? എയിം ആവും. എയിം ഇപ്പൊ തന്നെ ഒരു എയിം ഉണ്ടാക്കിയല്ല, നീ തുടക്കമാണ്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഓരോ ഡൈവേർട്ട് കാണും, ഓരോ ജംഗ്ഷൻ കാണും. ആ ജംഗ്ഷൻ ഒന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത ഒരു വേ എടുക്കണം അല്ലെ? ഇപ്പോൾ ഈ ഒരു ജംഗ്ഷനിലാണ്, ഇനി ഏതാ ചൂസ് ചെയ്യാം?
ഇനിയിപ്പോ +1 സയൻസ്. +1 സയൻസ്, ബയോളജി സയൻസ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചൂസ് ചെയ്യാം അല്ലെ? അപ്പോ ഇനി എന്തായിരിക്കും ലക്ഷ്യം ഉണ്ടാവുക? അതിപ്പോ നന്നായി പഠിക്കണം. +1 സയൻസ് എടുത്ത് പഠിക്കണം. അതാണ് ലക്ഷ്യം. ഞാനത് പറയുന്നത് +2 ഇനിയിപ്പം +1 കയറാണ്. അതാണ് ലക്ഷ്യം. ആ +1 എന്ത് ചെയ്യാം? മാക്സിമം. അതിന് ഫുൾ A+ എന്ന് ഞാൻ പറയില്ല, ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇതൊരു മാക്സിമം ശ്രമിക്കുക. അപ്പൊ അവിടെ നമുക്ക് കൂടുതലായിട്ട് കിട്ടുമ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ കിട്ടും. ഏറ്റവും നല്ല ഇപ്പൊ ഏറ്റവും SSLC കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെറ്റർ ജംഗ്ഷൻ ആയിരിക്കും അല്ലെ? ഈ ജംഗ്ഷനിൽ +2 നല്ല മാർക്ക് കിട്ടിയാൽ അവിടെയും ബെറ്റർ ജംഗ്ഷൻ കിട്ടും. അപ്പൊ അവിടുന്ന് അങ്ങനെ അല്ലാതെ ഒറ്റ ലക്ഷ്യം വിടുന്ന നോക്കി എന്നാൽ എന്ത് ചെയ്യില്ല, നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. സാഹചര്യം മാറി വരുന്നതാണ്, ഓപ്പർച്യൂണിറ്റികൾ ഒരുപാട് മാറി വരും. അപ്പൊ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ എന്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് വരട്ടെ. സ്മൈൽ ആൻഡ് പ്രൊസീഡിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് ഒരു പുസ്തകമാണ്. പുസ്തകമായിട്ട് എന്താ സെലക്ട് ചെയ്യാൻ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. എക്സ്ട്രാ ട്യൂഷന് പോകാറുണ്ടോ? ആ ട്യൂഷനാണോ അതിന്റെ A+ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യും. പിന്നെ ഏതെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും പോകുന്നുണ്ടോ? മദ്രസിലും പോകുന്നുണ്ട്. മദ്രസിലും പോകുന്നുണ്ട്, ഇതും പോകുന്നുണ്ട്. എന്നിട്ട് അപ്പൊ മദ്രസ ഇതിനൊരു ബാധിച്ചിട്ടുണ്ടോ? ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടെ A+ കിട്ടാൻ അത് ബാധിച്ചിട്ടില്ല, പ്രശ്നമില്ല അല്ലെ? അപ്പോ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്തൊക്കെയാ? കിട്ടിയെല്ലാം ചെയ്യും അല്ലെ? കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കും. ചെറിയ സ്റ്റോറിയാണ്. അപ്പോ ഓൾ ദ ബെസ്റ്റ്. ഇനി +2 ആ ജംഗ്ഷനിൽ ഏറ്റവും ടോപ്പായിട്ട് ഇതേ ഇന്റർവ്യൂവിന് അപ്പോഴത്തേക്ക് ഞാനും വളരും, നിങ്ങളും വളരും. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, അടുത്ത നമ്മുടെ ഗസ്റ്റ് ആണ് നാസിയത്ത്. അപ്പോ ഈ പ്രാവശ്യത്തെ SSLC പാസ്സായി അല്ലേ? അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു അല്ലേ? ആരൊക്കെ വന്നോ? പിന്നെ കൺഗ്രാജുലേഷൻ തരാനും അതുപോലെ ഗിഫ്റ്റ് ഒക്കെ തരാനും വന്നോ? എന്ത് A+ന്റെ എണ്ണം കുറവായതുകൊണ്ട് ആൾക്കാരെന്ത് ചെയ്തില്ല, അറിയില്ല. പക്ഷെ പാസ്സായില്ലേ? അത്യാവശ്യം മാർക്കും ഇല്ലേ? ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള മാർക്കും കാര്യമുണ്ടല്ലോ, അത് മതി. ഇനി കോൺഫിഡന്റ് അല്ലേ? അല്ലെ? ഇനി എന്താ പരിപാടി അടുത്ത? +1 ഏതായിരിക്കും? സയൻസ് എടുത്തിട്ട്. അപ്പോ ഇനി ഇതൊരു ആൾക്കാർ ഗിഫ്റ്റ് തരാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഗിഫ്റ്റ് തരാനുള്ള പരിപാടി എന്താ അറിയോ? +2 ഫുൾ മാർക്ക് വാങ്ങിക്കാം. എന്തേ ഞാൻ പറയില്ല, നിനക്ക് പറ്റുമായിരിക്കും, ശ്രമിച്ചു നോക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എല്ലാരും ഗിഫ്റ്റ് തരാൻ വരും. അപ്പോ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എയിം എന്തുണ്ടോ? എന്താ? സൈക്കോളജിസ്റ്റ് എങ്ങനെ ഉദ്ദേശിക്കുന്നത്? സൈക്കോളജിസ്റ്റിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടല്ലോ അല്ലെ? ഈ സൈക്കോളജിസ്റ്റിന് ഫസ്റ്റ് വേണ്ട എന്താ? റഫറൻസ് ആണ് വേണ്ടത്. കൂടുതലായിട്ട് എല്ലാവരെ പറ്റി അറിയാനും ഈ ചമ്മലും നാണമൊന്നും പറ്റില്ല. സ്റ്റഡി ആയിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റണം. ആരോടും കാര്യങ്ങൾ ഫുൾ നമ്മൾ ഒരാളെ വീക്ഷിക്കാൻ ചെയ്യണം. നല്ല റഫറൻസ് വേണം. കൂടുതൽ വായിക്കണം. അപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് തരാൻ പോകുന്നുണ്ട്. ഒരു പുസ്തകം. ഇതൊരു ഗിഫ്റ്റൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ ആയിക്കോട്ടെ ഫസ്റ്റ് ഗിഫ്റ്റ്. ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് അവസാനം ഇതുപോലൊരു പുസ്തകം എഴുതിയിട്ട് ഇതിലൊരു പുസ്തകം എന്ത് ചെയ്യണം? പ്രകാശനം ചെയ്യണം. അത് ഈ നാടിൻ്റെ പേര് വെച്ചിട്ട് അല്ലേ? അപ്പോൾ ഈ ഗിഫ്റ്റ് സ്വീകരിക്കാം. അപ്പോൾ ഇത് വലിയ ഇതൊന്നുമല്ല, ഒരു ചെറിയ പുസ്തകമാണ്. പക്ഷെ വായിക്കാൻ ഒരു കടലാസ് കഷ്ണം കിട്ടിക്കഴിഞ്ഞാലും വായിക്കാൻ ശ്രമിക്കാം. പിന്നെ അപ്പോൾ ഇതൊക്കെ സെറ്റായി, സൈക്കോളജിസ്റ്റെല്ലായി. വെറും സൈക്കോളജിസ്റ്റ് പ്രൊഫഷണലായിട്ട് പോകാനോ അല്ല സൊസൈറ്റിയിലായിട്ട് ഇറങ്ങാൻ താല്പര്യമുണ്ടോ? സൈക്കോളജിസ്റ്റിന് ചോദിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് വിചാരിക്കുന്നത്? മോട്ടിവേഷൻ ക്ലാസ് അല്ലേ? അല്ല, നമുക്കിട്ട് പണിയാ. മോട്ടിവേഷൻ ക്ലാസ് അല്ലേ? അപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ആട്ടമില്ല, അതൊക്കെ മാറിക്കോളും. അത് തുടക്കമായതുകൊണ്ടാണ്. പിന്നെ ഏത് സംഭവം നമുക്ക് ഫേസ് ചെയ്യാൻ വേണം. ആൾക്കാർ ഒരുപാട് കളിയാക്കും. ഇപ്പൊ തന്നെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പുറത്തുള്ള ആൾക്കാർ കണ്ടാൽ കളിയാക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ ആ കളിയാക്കലൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാര്യം നടക്കൂല. നമ്മളെ കാര്യത്തിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ വീടും എൻ്റെ ഫാമിലി ഉണ്ടാവുള്ളൂ. പുറത്തിറങ്ങിയാൽ മാത്രമേ അവരുണ്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നല്ലൊരു സൈക്കോളജിസ്റ്റായിട്ട് BSc സൈക്കോളജിയോ MA സൈക്കോളജിയോ അത് നിങ്ങൾക്ക് +2 കഴിഞ്ഞാൽ നിൽക്കുക എന്താ തോന്നുന്നത്? ഇപ്പോഴേ വലിയ ഇതൊന്നും വേണ്ട അല്ലേ? നമ്മളിപ്പോൾ വടകരയൊക്കെ പോകണ ആഗ്രഹിക്കുന്ന നേരത്ത് വടകര വരുന്നത് കറക്റ്റ് നമ്മൾ വടകര കാണുമോ? ഇല്ലല്ലോ. അടുത്ത ജംഗ്ഷൻ കണ്ട് അവിടെ അടുത്ത ജംഗ്ഷൻ കണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് പോകേണ്ടത്. അതിനനുസരിച്ചിട്ട് അപ്പോൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബൈ.
അടുത്ത നമ്മുടെ ഗസ്റ്റ് ആണ് ബാസിത്ത് അല്ലെ. ഈ പ്രാവശ്യത്തെ SSLC അത്യാവശ്യം നല്ല മാർക്കോടെ പാസ്സായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നു, ആൾക്കാരൊക്കെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും ഗിഫ്റ്റ് ഒക്കെ തരാൻ വന്നോ? ഇല്ല. എന്ത്? അതിപ്പോ വലിയ മാർക്കൊന്നും ഇല്ല, കുഴപ്പമില്ലാതെ പാസ്സായി. A+ എണ്ണം കുറഞ്ഞോണ്ട് ആരും വന്നില്ല. പക്ഷെ ഞാനും വന്നു. ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല, അതെനിക്ക് എന്റെ മോട്ടിവേഷൻ ആവുമെങ്കിൽ അത് ഉപകാരപ്പെട്ട ഒരു ചെറിയ പുസ്തകമാണ്. ഇനി ഇതുകൊണ്ട് വായിക്കുന്ന ശീലമുണ്ടോ? വായിക്കും. അപ്പൊ വായിക്കാന് ചെറിയ പുസ്തകമാണ്. അങ്ങോട്ട് വായിച്ചിട്ട് നല്ല +2 വരാൻ പോകുന്നില്ലേ, മാർക്ക് വന്നു പോയാൽ ഈ ആൾക്കാരെ എന്ത് ചെയ്യാ, ഒരുപാട് ആൾക്കാർ ഇവിടെ ഗിഫ്റ്റ് തരാൻ വീർപ്പിക്കാം. എങ്ങനെ +2 നല്ല മാർക്ക് വാങ്ങിയിട്ട്. അപ്പൊ ഓക്കെ, ഇനി അടുത്ത +2 നല്ല മാർക്ക് വാങ്ങിയിട്ട് അടുത്ത ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് വരാം. ഇത് നിഹാല്, എന്റെ നാട്ടിലെ 16 SSLC-കാരില് വിജയിച്ച ഒരാളാണത് അല്ലെ. എങ്ങനെയുണ്ട് നിഹാല് എക്സാം ഒക്കെ എന്ന് പറഞ്ഞു കൊടുത്താ? നല്ലൊരു അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് എല്ലാരും പറയുന്നത്. SSLC ആണ് ടേണിംഗ് പോയിന്റ്. പക്ഷെ SSLC ആണോ ടേണിംഗ് പോയിന്റ്? ലൈഫല്ലേ ടേണിംഗ് പോയിന്റ്? യെസ്, ലൈഫാണ് ടേണിംഗ് പോയിന്റ്. ആ ലൈഫിലേക്ക് ഒരു ചെറിയൊരു മാലയിലേക്ക് ഒരു ചെറിയ മുത്ത് കോർക്കുന്നത് മാത്രമാണ് SSLC. അതുപോലെ ഒരുപാട് മുത്തുകൾ കോർക്കാൻ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഇനി +2 എന്തായിരിക്കും? കൊമേഴ്സ് അല്ലെ. കൊമേഴ്സിലേക്ക് ഒരിക്കലും ഒരു സബ്ജക്റ്റ് അല്ല നമ്മുടെ പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത്. എനിക്ക് എന്താണോ ആഗ്രഹം അതിലേക്ക് പോവാം അല്ലെ. ഓക്കെ, ഗുഡ് ലക്ക്, ബൈ. അപ്പൊ ഫ്രണ്ട്സ്, അടുത്ത നമ്മുടെ ഗസ്റ്റാണ് റിഫ ഫാത്തിമ. ഇത് എന്റെ ഫാമിലിയാണ്. ഇത് റഷീഖാന്റെ മോളാണ് റിഫ ഫാത്തിമ. ഈ വർഷത്തെ SSLC പാസ്സായ അടുത്താണ്. SSLC പാസ്സായ മാത്രമല്ല ഫുൾ A+ ആണ് അല്ലെ. ഫുൾ A+ അല്ലേ? ഈ പ്രതീക്ഷിച്ചിരുന്നോ ഈ ഫുൾ A+? കിട്ടി. പിന്നെ ഈ SSLCക്ക് ഫുൾ A+ വേണ്ടി പഠിച്ചാണോ അല്ല A+ പഠിച്ചപ്പോ കിട്ടിയാണോ? അത് A+ വേണ്ടി പഠിച്ചത്? അത് എനിക്ക് 9ാം ക്ലാസ്സിന് മാത്സിന് മാർക്ക് കുറവായതുകൊണ്ട് പഠിക്കാത്ത ക്ലാസ്സിലെത്തി. അപ്പൊ അതെങ്ങനെയാവുമ്പോൾ പഠിക്കുന്ന കുട്ടികളെ പഠിക്കാത്ത കുട്ടികളെ മാറ്റിയിട്ട് വിചാരിച്ചിട്ട് വാശിക്ക് വേണ്ടിട്ട് പഠിച്ചു. റിവെഞ്ച്. അപ്പോ എവിടെ SSLCന്റെ ഫുൾ A+ ഒരു മാറ്റ് കൂടുതലാണ്. ജസ്റ്റ് പഠിച്ചപ്പോ ഒന്നും കിട്ടിയതല്ല, പക്ഷെ ആ ഫോക്കസ് ചെയ്തിട്ട് കംപ്ലീറ്റ് A+ കിട്ടണം എന്നുള്ള വാശിയല്ലേ. ആ വാശിയോടെ പഠിച്ച് അത് അച്ചീവ് ചെയ്തു. കൺഗ്രാജുലേഷൻ. ഓക്കെ, ഒരുപാട് പിന്നെ അനുമോദനങ്ങളൊക്കെ കിട്ടിയോ? പിന്നെ ടീച്ചേഴ്സും അവരൊക്കെ വിളിച്ചോ? ടീച്ചർ വന്നിട്ടുണ്ട്. മാത്സിന് മാർക്ക് കുറവായിരുന്നു. മാത്സിൽ A+ കിട്ടി, ഫുൾ A+ കംപ്ലീറ്റ് അല്ലേ. അപ്പോ ഇനി അടുത്തൊരു എയിം എന്താ? +1 എങ്ങനെ കഴിഞ്ഞാൽ മതിയാവും? ഇതിന്റെ എക്സ്ട്രീമിലായിട്ട് നല്ല ഫുള്ളായി, അതാണ് അടുത്ത ലക്ഷ്യമാകുന്നത്. എന്നിട്ട് അടുത്ത കഴിഞ്ഞിട്ട് പിന്നെ അപ്പം നോക്കാം. ഓക്കെ, അപ്പോ ഇതില് ഇതേപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ഫുൾ A+ പോലെ തന്നെ അതൊരു റിവെഞ്ചാക്കി എടുത്താലോ? ഫുൾ A+ ആക്കി പറ്റൂലേ? കിട്ടും, ശരിയാണ്. അപ്പോ എങ്ങനെയായിരുന്നു നമ്മളെ പിന്നെ അങ്ങനെ ഫുൾ A+ ഒന്നും കിട്ടുമെന്ന് അതിന്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പിന്നെ ആളെ ക്ലാസ് മാറ്റിയപ്പോ ശരിക്കും ഫീൽ ചെയ്തിരുന്നു നമുക്ക്? ഞാൻ മാത്സിന് മാത്രമേ മാർക്ക് കുറവുള്ളൂ, മറ്റു എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കായിരുന്നു. അപ്പോൾ അവര് ഫോളോ ചെയ്യുന്നത് മാത്സിനെയാണ്. മാത്സിന് മാർക്ക് കുറഞ്ഞ കുട്ടികൾ പഠിക്കൂല എന്നുള്ളൊരു അവര് വെച്ചാൽ പഠിക്കുന്ന 2 ക്ലാസ് സെപ്പറേറ്റ് ഉണ്ട്. ഇത് പഠിക്കാത്ത 2 ക്ലാസ് എന്ന് പറയും. പഠിക്കാത്ത ക്ലാസ്സിലായിരുന്നു. അങ്ങനെ പഠിക്കാത്തതിൽ തന്നെ താണ ക്ലാസ്സിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു കണക്കിന് ശരിക്കും എനിക്ക് തോന്നുന്നത് നന്നായിരുന്നു അല്ലെ അവര് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഒരു റിവെഞ്ചായി അല്ലെ. അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. നമുക്ക് എന്ത് അവര് ചെയ്തത് മോശമൊന്നല്ല, ഏതായാലും അവര് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാശി കൂടി.
അപ്പൊ കംപ്ലീറ്റ് കിട്ടുകയും ചെയ്തു. അതുമല്ല അങ്ങനെ തന്നെ വെച്ചാല് അങ്ങനെ ഫസ്റ്റ് എക്സാമിൽ തന്നെ ഇവള് ക്ലാസ്സിൽ ഫസ്റ്റ് ഇവളായിരുന്നു. കഴിഞ്ഞ 2 എക്സാമിൽ. അപ്പൊ തന്നെ ടീച്ചേഴ്സിനൊക്കെ നല്ലൊരു ഇംപ്രഷൻ ആയി തുടങ്ങി. പിന്നെ അത് ഒരു നമ്മളെ പ്രതീക്ഷിച്ചൊരു വിജയം തന്നെയാണ് അല്ലെ. ഇത് ഒരു പുസ്തകം ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് വായിക്കുന്നുണ്ടോ? വായനയില്ല. അത് ആ വായന സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫുൾ A+ വാങ്ങി അക്കാദമിക്കിൽ മാത്രം പോയാൽ പോരാ, നോൺ അക്കാദമിക്കിലും കാര്യം വേണം. അല്ലാതെ സപ്പോർട്ടീവ് കാണില്ലെങ്കിൽ വെറും പഠിപ്പിച്ചായിട്ട് പുസ്തക പൂവായിട്ട് പോകും. ഇത് വായിക്കുമ്പോൾ വെറും പുസ്തക പൂവായിട്ടില്ല, സബ്ബായിട്ട് കാര്യങ്ങൾ. അതിന് വേണ്ടിയിട്ടൊരു സ്റ്റാർട്ടിങ് ആയിട്ട് അല്ലേ. ഇനി അടുത്ത ജംഗ്ഷനിൽ ഫുള്ള് എക്സ്ട്രീമിൽ എത്തിയിട്ട് ഇതുപോലെ ഇന്റർവ്യൂവിന് കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഇതുപോലത്തെ ആൾക്കാർ ഇങ്ങനത്തെ ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിൽ കുട്ടികളെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വാശി പോസിറ്റീവായിട്ട് വരും. പക്ഷെ ഇതിന്റെ ഇടയിലും കുറച്ച് ആൾക്കാർ സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. എന്നെ ക്ലാസ് മാറ്റിയെന്ന് വിചാരിച്ചിട്ട് വീണ്ടും താഴേക്ക് പോകുന്നുണ്ടാവും. പക്ഷെ ഇത് ഡിഫറെന്റ് ആണ്. ഇവർക്ക് ആ ക്ലാസ് മാറ്റിയതുകൊണ്ട് ഒന്നുകൂടെ വാശി കൂടി ഫുൾ A+ കിട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത 16-ൽ ഒരാളാണ് നിഹാൽ MK അല്ലേ. ഈ വർഷത്തെ SSLC എക്സാം എഴുതി പാസ്സായി, മോശമില്ലാത്ത മാർക്കുണ്ടെന്നു അല്ലെ. മാർക്ക് ഒരു കാര്യമില്ല, എന്നാലും അല്ലെ അത്യാവശ്യമായിട്ട് മാർക്കുണ്ട്. ഇനി അടുത്ത എന്താ പരിപാടി? അടുത്ത ഒന്നിക്കില്ലെങ്കിൽ കൊമേഴ്സോ സയൻസോ ഏതാ ബെറ്റർ എന്നുള്ള നോക്കിയിട്ട് അതിന് പോകണം. അല്ലെങ്കിൽ ബാക്കിക്ക് സ്കോപ്പ് ഉണ്ടെങ്കിൽ അതിന് പോകും. വാഫിയും മതപരമായിട്ടുള്ള ഇതും കൂടെയാണ്. സമന്വയ വിദ്യാഭ്യാസമാണ്. മതപരവും ഭൗതിക വിദ്യാഭ്യാസവും കൂടിയിട്ട് ഉള്ളൊരു കോഴ്സാണ് വാഫി കോഴ്സ്. അതിന് പോകാൻ ആഗ്രഹിക്കുന്നത്. സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഞാൻ കൊമേഴ്സോ സയൻസോ ഞാൻ ചോദിച്ചുകൊണ്ട് സയൻസ് പറയണമെന്നില്ല. നിങ്ങൾക്കൊരു ഇതുണ്ടാവില്ല. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിന്റെ തീരുമാനം ഉണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ട് പോവാം. എന്റെ സ്വയാഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് കൊമേഴ്സ് എടുക്കാനാണ് കൂടുതൽ താല്പര്യം. എന്താണ് കൊമേഴ്സ് എടുക്കാനുള്ള? കൊമേഴ്സ് ഈസിയാന്ന് തോന്നുന്നുണ്ടാണോ? അല്ല, കൊമേഴ്സ് കൂടുതലും ബെറ്റർ ആയിട്ട് തോന്നുന്നു. എനിക്ക് അതാണ് കൂടുതലായിട്ട് ഇതുണ്ടാവുക. അപ്പോൾ അങ്ങോട്ട് കുറെ ലക്ഷ്യങ്ങൾ കണ്ടുവച്ചിട്ടാണോ കൊമേഴ്സ് എടുക്കുന്നത്? അല്ല, ജസ്റ്റ് ഇനിയിപ്പോ ഒരു ലക്ഷ്യമുണ്ട്. ഓക്കെ, ലക്ഷ്യമുണ്ട് പറയണ്ട. ഓക്കെ, ഒരു ലക്ഷ്യമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ കൊമേഴ്സ് ഇനിയിപ്പോ 10ാം ക്ലാസ് മോശമില്ലാത്ത രീതിയിൽ പഠിച്ചു, എനിക്ക് പറ്റുന്നതിന്റെ മാക്സിമം അല്ല, ഇനിയും പറ്റുമല്ലോ, പറ്റും. അപ്പോൾ ആ ഒരു പെർഫോമൻസ് +2 കാഴ്ചയില്ല അല്ലേ. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രശംസകൾ കിട്ടിയില്ല. നീ അക്സെപ്റ്റ് ചെയ്തതാണോ ഈ സാധനം? ഇത്ര മാർക്ക് ഇതിന് കൂടുതലായിട്ട് ഈ ലോക്ക്ഡൌണിന്റെ സമയത്തായിട്ടും കൂടുതലായിട്ട് സമയത്ത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റ് തരാം, ഒരു ചെറിയൊരു സപ്പോർട്ട്. ഇതിന് വലിയ വാല്യൂ അല്ല, ഈ ഗിഫ്റ്റിനുള്ള വാല്യൂ ഈ ഒരു മനസ്സിൽ. ഓക്കെ, ഇതൊരു ചെറിയ പുസ്തകമാണ്. പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് വായിച്ച് വളരുക. വായിക്കുന്ന ശീലമുണ്ടോ? ഇടയ്ക്കൊക്കെ അതൊന്നും ചെയ്യാൻ സ്ഥിരാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെറിയ ചെറിയ വായനയിലൂടെയാണ് പുതിയ ലോകങ്ങൾ തുറക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമ്പിളായിട്ട് ഇവിടെ നമ്മൾ ഷാഹിദിക്കില്ലേ, ആ റേഞ്ചിലേക്ക് മാറാൻ ഒരു ചെറിയൊരു സപ്പോർട്ടായിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത നമ്മുടെ 16-ൽ ഒരാളാണ് ഫിദ ഷെറിൻ. ഇപ്പൊ എന്നോടൊപ്പം ഉണ്ട്. മുഴുവൻ A+ ആയി കിട്ടി അല്ലേ? കൺഗ്രാചുലേഷൻസ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ A+ന് വേണ്ടി പഠിച്ചാണോ, അല്ല നന്നായിട്ട് പഠിച്ചപ്പോ A+ കിട്ടുകയാണോ? നന്നായിട്ട് പഠിച്ച A+ കിട്ടുക. അപ്പോ ഇനിയും ഇതാണോ നിന്റെ ട്രെയിനിങ് പോയിട്ട് A+ ഒക്കെ കിട്ടി സെറ്റായി ഞാൻ വലിയ ആളായി ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല, ഇനിയും ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. എന്താ എയിം എന്തുണ്ടോ, ലക്ഷ്യം എന്തെങ്കിലും? നീറ്റ് എൻട്രൻസിലൂടെ MBBS ഡോക്ടറാണ് അല്ലെ. അത് നല്ലൊരു എയിമാണ്. നീറ്റ് എൻട്രൻസിലൂടെ അതിന് അപ്പം ഫോക്കസ് ചെയ്യുന്നത് MBBS ഡോക്ടർ. നീറ്റ് ഫസ്റ്റ് എന്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഇനി ഇതിന്റെ അടുത്ത ലക്ഷ്യം ആവേണ്ടത്, അപ്പോൾ MBBS എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനി സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കണം അല്ലെ. അപ്പൊ ഇനി അടുത്ത ലക്ഷ്യം വേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് സയൻസ് ഗ്രൂപ്പിൽ ഇതേപോലെ എനിക്ക് ഞാൻ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വരും, പക്ഷെ വേറെ ഒരുപാട് ആൾക്കാർ ഫുൾ A+ കിട്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അനുഭവിക്കാൻ വരുന്നത് സിറ്റുവേഷൻ ഇമാജിനേഷനിൽ കാണും അല്ലെ. എന്നിട്ട് അത്
കൂടുതൽ നല്ല മാർക്ക് കിട്ടി കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യുക, നീറ്റ് എക്സാമിൽ അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അപ്പോൾ മനസ്സിലെന്ത് വേണം, MBBS. അത് ഉറപ്പായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാലോ അല്ലെ. ഇപ്പോ ഈ ഫുൾ A+ കിട്ടിയപ്പോൾ ഒരുപാട് ആൾക്കാർ അനുമോദിക്കാനൊക്കെ വന്നില്ലേ, അത് കുറെ സന്തോഷമായില്ലേ. കൂടെയുള്ള ആൾക്കാർക്കൊക്കെ മാർക്ക് കുറഞ്ഞു പോയുണ്ട് എന്തെങ്കിലും സങ്കടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഓക്കെ, അവരൊക്കെ പിന്നെ എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ജയിച്ചിട്ടുണ്ട്, എല്ലാവരും ജയിച്ചിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല എക്സാം ഒക്കെ ആയിരുന്നു അല്ലേ പ്രാവശ്യം? ഇപ്പൊ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ? കിട്ടി. ഇപ്പൊ എന്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ്. ഇതൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പുസ്തകം. ഈ പുസ്തകം ഞാൻ ഗിഫ്റ്റ് തരാൻ കാരണം പുസ്തകം എന്താണ്, ഒരു പുതിയ ഭാഗത്തിലേക്ക് തുറക്കുന്ന ഒരു സംഭവമാണ് പുസ്തകം. വായിക്കാനുള്ള പരിപാടി ഉണ്ടോ? വായിക്കാറുണ്ടാവും? വേറെ എക്സ്ട്രാ എന്തെങ്കിലും എഴുത്ത്, കഥ, അങ്ങനെ കഥാകൃതൊക്കെ ഏതാണ് പ്രൈസ് കിട്ടുമോ? ഓക്കെ, അതെന്ത് ചെയ്യണം, MBBS മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തോടെ കഥ ഒഴിവാക്കരുത്, ലൈഫ് വേറെ ഒഴിവാക്കരുത്. വെറും പഠനം മാത്രമായിട്ടുള്ളത് എല്ലാം കൂടെ ആകുമ്പോഴാണ് ലൈഫ്. MBBS മാത്രമല്ല ലൈഫ്. ലൈഫ് എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാം നേടുമ്പോഴാണ് ലൈഫ് ആവുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ അടുത്ത ഗസ്റ്റ് ആണ് സാനിയ VK. ഈ പ്രാവശ്യത്തെ SSLC-യിൽ നല്ല മാർക്കോടെ വിജയിച്ചു അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക്? പിന്നെ ബയോളജിയിൽ Aയും ഇംഗ്ലീഷിൽ B+, കണക്കിൽ C+. ഓക്കെ, കണക്കിൽ C+ ആണല്ലേ. കണക്ക് കൂട്ടിൽ ചെറുതായിട്ടൊന്ന് പഠിച്ചു, പക്ഷെ മോശമില്ലാത്ത മാർക്കാണ്. ഇതുവരെ ആൾക്കാർ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നോ? ഒരുപാട് കൊണ്ടുവന്നു. കുറെ ആൾക്കാർ കൊണ്ടുവന്നോ? ഇല്ലല്ലോ. അതെന്താ അങ്ങനെ കൊണ്ടുവരാത്ത? ഫുൾ A+ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ഇവിടെ പിന്നെ ഗിഫ്റ്റ് ഒക്കെ കുറവാണ്. പക്ഷെ ഞാനൊരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവരുന്നത്. വായിക്കാനുള്ള ശീലമൊക്കെ? വായിക്കുന്ന ഇൻട്രസ്റ്റ് ആണോ? നല്ല ഇൻട്രസ്റ്റ് ആണോ വായിക്കാൻ? പുസ്തകം കിട്ടിയാൽ വായിക്കും. അപ്പൊ ഒരു പുസ്തകം ഞാൻ വന്നാല് നീ വായിക്കും. ഇപ്പൊ തുടർച്ചയല്ല, തുടക്കമല്ല, ഒരു വായനയുടെ തുടർച്ചയായിട്ട് ഞാനൊരു ചെറിയ പുസ്തകം തരും. അപ്പോ ഇനി +2 അല്ലെ, അടുത്ത ഘട്ടം +2 ആണ്. അതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ, SSLC-യിൽ നീ പ്രതീക്ഷിച്ച മാർക്കാണോ അല്ല ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നോ? അതിൽ കൂടുതൽ കിട്ടും. അപ്പൊ ഇനിയും ഒന്നുകൂടെ ശ്രമിച്ചാൽ ഇതിൽ കൂടുതൽ കിട്ടും തോന്നുന്നുണ്ട്. ഇപ്പൊ കിട്ടൂല്ലേ? അപ്പൊ അല്ലാതെ നമ്മളെ അയ്യോ എനിക്ക് A+ കിട്ടിയല്ലോ, എനിക്ക് കിട്ടിയിരുന്നല്ലോ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ വേണ്ടത് അല്ലല്ലോ. ഇനി +2 എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ അടുത്തുണ്ട് അല്ലെ. ആ +2-ല് ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ സ്ട്രോങ് ആവും. ഇനി അടുത്ത പടികൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പോകും അല്ലെ. നിങ്ങൾ ലക്ഷ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ എയിം ഇന്ന ആവണം എന്നൊക്കെ? ഇല്ല, ഓക്കെ, വേണ്ട ആവശ്യമില്ല. കാരണം നീ +2-ൽ നോക്കിയിട്ട് അന്നത്തെ ട്രെൻഡ് പോലെ ചെയ്താൽ മതി. എന്ത് ചെയ്യരുത്, പഠനം എന്ത് ചെയ്യരുത്, സ്റ്റോപ്പ് ചെയ്ത് വിട്ടായിരുന്നു. ചെയ്യോ? ഇല്ല, കാരണം ഇത്രയും 10ാം ക്ലാസ്സിൽ തന്നെ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ +2 ഒന്നുകൂടെ ശ്രമിച്ചാൽ അതിൽ കൂടുതൽ കിട്ടും, ഒന്നുകൂടെ ശ്രമിച്ചാൽ അതിലും കൂടുതൽ കിട്ടും. പിന്നെ എനിക്ക് എന്ത് ചെയ്യാവില്ല, നിന്നെ തന്നെ അളവ് എടുക്കാൻ പറ്റില്ല, ആ ലെവലിലേക്ക് മാറും അല്ലേ. അതിന് ഫാമിലി സപ്പോർട്ടൊക്കെ നല്ല സപ്പോർട്ടല്ലേ, ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ്. പിന്നെ എനിക്ക് ടീച്ചേഴ്സ് വിളിച്ചിട്ട് അന്വേഷിക്കാറുണ്ട്. അപ്പൊ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ, നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ സപ്പോർട്ടല്ലേ. അപ്പൊ ഒരു ചെറിയ ഗിഫ്റ്റ് എന്റെ കൂടെ, ഒരു പുസ്തകമാണ്, വായിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇനി നല്ല ഒരു എന്താ പറയാ, +2 കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ആയി പിന്നീട് വേറെ നല്ലൊരു പോഷായിട്ട് ആരെങ്കിലും ഞെട്ടിപ്പോകുന്ന രീതിയിൽ പോസ്റ്റിംഗ് എല്ലാം കിട്ടുന്നത്, അത് സ്വപ്നം കാണാറുണ്ടോ അങ്ങനെ? ഇല്ലേ, അത് കുറയ്ക്കാൻ സ്വപ്നം നമുക്ക് കാണാലോ, കുഴപ്പമില്ലല്ലോ. സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നം അച്ചീവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലേക്ക് മാറും. നമ്മളെ അടുത്ത ഗസ്റ്റ് ആണ് മുഹമ്മദ് ഷിബില്. ഇപ്രാവശ്യത്തെ SSLC-യിൽ അത്യാവശ്യം നല്ല മാർക്കോടെ പാസ്സായതാണ്. ഓക്കെ, അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഒരു സന്തോഷമോ അല്ല ഈ പ്രതീക്ഷിച്ച കിട്ടിയോ അല്ല ഇനിയും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിന് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു അല്ല? എത്ര പ്രതീക്ഷിച്ചിട്ടായിരുന്നു? പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോ ഇനി അടുത്ത പരിപാടി ഓട്ടോമാറ്റിക് +1 കൊമേഴ്സ് എടുത്തിട്ട് അതില് ഏറ്റവും നല്ല ഫോക്കസ് ചെയ്ത് നല്ല മാർക്ക് കിട്ടിയിട്ട് ബാക്കി അവിടെ നിന്ന് നോക്കാം. ഇത് തുടർന്ന് പഠിക്കാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ല. പഠിപ്പ് ഡ്രോപ്പ് ചെയ്തില്ലല്ലോ? ഇല്ല. എവിടെ എത്തുന്നെങ്കിലും നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ അല്ലേ. അപ്പോൾ ആരെങ്കിലും ഗിഫ്റ്റും അങ്ങനെ സീറ്റ്സ് ഒക്കെ കിട്ടിയിരുന്നു അല്ലേ? പറയാം, ഇതൊരു പുസ്തകമാണ്, വായനശീലം ഉണ്ടാവും ഉണ്ടല്ലോ, അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ ഇതൊരു തുടക്കാവട്ടെ, ഒരു ചെറിയൊരു ഗിഫ്റ്റാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
ഫസ്റ്റ് നമ്മൾ പോകുന്നത് സിറാജ് സിറാജ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത ഗസ്റ്റ് ആണ് അൽത്താഫ് MP. ഈ പ്രാവശ്യത്തെ നല്ല വിജയത്തോടെ SSLC പാസ്സായതാണ്. എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മാർക്ക്? ഫുൾ A+. ഇതിന്റെ ഇനി അപ്പുറത്ത് വേറെ കിട്ടാണ്ടോ? 10ാം ക്ലാസ് ഇല്ല, എക്സ്ട്രീമാണ്. എക്സ്ട്രീമിൽ നിൽക്കുകയാണ്, ടോപ്പിൽ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഒരുപാട് അനുമോദനങ്ങളും ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടി ഇങ്ങനെ റെസ്റ്റ് കിട്ടിയായിരിക്കും അല്ലെ. ആ സമയത്താണ് ഞാൻ ഈ ചോദ്യങ്ങളായിട്ട് വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു SSLCയുടെ ലൈഫും SSLC 10ാം ക്ലാസ് ലൈഫും? 10ാം ക്ലാസ് ഇപ്പൊ കഴിഞ്ഞു പോയില്ലേ, അത് നല്ല ലൈഫാണ്. നഷ്ടപ്പെട്ടു അത് അടിച്ചു പൊളിച്ചിട്ട് പഠനത്തോടൊപ്പം കളിയും പഠിക്കാൻ വേണ്ടി മാത്രം. ഇതിപ്പോ A+ന് വേണ്ടി മാത്രം പഠിച്ചാണോ? അല്ല, പഠിച്ചത് A+ കിട്ടിയാണോ? A+ ലക്ഷ്യം വെച്ചിട്ടാണ്. അപ്പൊ A+ ലക്ഷ്യം വെച്ച് പഠിക്കുമ്പോ നിന്റെ പിന്നെ സ്കൂൾ ലൈഫില്ലേ, ഒരു അടിച്ചുപൊളി ലൈഫ്, അത് നഷ്ടപ്പെട്ടു വരുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും. അത് ഒന്ന് പറയാൻ പറ്റും ആൾക്കാരോട്. പല ആൾക്കാരും ചെയ്തിരിക്കുന്നത് അല്ലാതെ കളിക്കുന്ന കുട്ടികൾ അവര് A+ ഒന്നും വാങ്ങാൻ പോകില്ല. അവര് ഈ പുസ്തകത്തിന് മുന്നിൽ മാത്രം ഇരിക്കുന്ന ആളുകളാണ് A+ വാങ്ങാനും ഉന്നത വിജയത്തിനുള്ളത്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഇല്ല, ഒരിക്കലില്ല. കളിക്കുകയും വേണം, പഠിക്കുകയും വേണം. അതാണ് എന്റെ അഭിപ്രായം. ആ ഒരു എക്സാമ്പിൾ നീ തന്നെ എക്സാമ്പിൾ ആണ് അല്ലെ. അത്യാവശ്യം നന്നായിട്ട് സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യും. അവസാനം 10ാം ക്ലാസ്സിൽ കിട്ടാവുന്ന ഏറ്റവും എക്സ്ട്രീം ലെവലിലുള്ള റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അതൊരു എക്സാമ്പിൾ ആണ് അൽത്താഫ് അല്ലെ. അപ്പൊ പിന്നെ ഈ പഠിക്കുന്ന കുട്ടികളൊന്നും എല്ലാ കളിക്കുന്ന കുട്ടികളും തീരെ പഠിക്കാത്തവരാണെന്നുള്ളത് ഒരു തിയറി ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അപ്പൊ ഇനി +1 അല്ലെ അഡ്മിഷൻ കൊടുക്കാൻ പോവാണ്. എന്താണ് ഏതൊരു സബ്ജക്ട് എടുക്കാൻ പോവാണ്? സയൻസ് എടുക്കണം എന്ന് ആഗ്രഹം വരുന്നത് ഈ ഫുൾ A+ കിട്ടിയതാണോ സയൻസ് എടുക്കാനുള്ള തീരുമാനം വന്നത്? അല്ല, ഫ്യൂച്ചറിലേക്ക് സയൻസ് എടുത്താൽ ഉപകാരപ്പെടും. ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. +2 കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റിലേക്ക് ഫീൽഡിലേക്കും പോകാം. ഈ ഒരു തീരുമാനം കൊണ്ടാണ്. അപ്പോ നല്ലൊരു പ്ലാനോടെയാണ് 10ാം ക്ലാസ് തന്നെ പഠിച്ചു തുടങ്ങിയത് അല്ലെ. അപ്പം 10ാം ക്ലാസ് നല്ലൊരു മാർക്ക് ഉദ്ദേശിച്ച് പഠിച്ചു വന്നു. ആ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സയൻസ് ഗ്രൂപ്പ് എടുക്കാന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ സയൻസ് ഗ്രൂപ്പ് എടുത്ത് നല്ലൊരു ഫീൽഡിലേക്ക് അപ്പോഴത്തെ പിന്നെ സ്റ്റാറ്റസ് അനുസരിച്ച് അപ്പോഴത്തെ പൾസ് അനുസരിച്ചിട്ട് അല്ലെ, കാലഘട്ടം കഴിയുന്ന ഓരോ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്പോഴേ ഞാനൊരു ഡോക്ടർ ആണെന്നോ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, യെസ്, നല്ലതാണ്. +2 എത്തി കഴിഞ്ഞതിന് ശേഷം +2 മാർക്കെല്ലാം നോക്കി മാക്സിമം യെസ് അതിനനുസരിച്ചിട്ട് അപ്പൊ തോന്നുന്നത് എന്താണ്, എന്റെ ലൈഫ് എങ്ങനെയാണോ ആ സമയത്ത് പോകുന്നത് അതിനനുസരിച്ചുള്ള നല്ലൊരു പിന്നെ ഫീൽഡിലേക്ക് മാറാം. ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആണ് പുസ്തക വായനയൊക്കെ എങ്ങനെ വായിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഒരു ചെറിയൊരു പുസ്തകമാണ്, ഈ ചെറിയ ഗിഫ്റ്റ്. ഇത് വലിയ ഗിഫ്റ്റ് ഒന്നുമല്ല, പക്ഷെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറുള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു പുസ്തകമായിട്ട് തരുന്നത്. ഇനി +2 ഇതേപോലെ നല്ല എക്സ്ട്രീം ലെവലായിട്ട് നല്ലൊരു മാർക്കോടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ ഇന്റർവ്യൂ കിട്ടില്ലേ? യെസ്, കിട്ടണം. അപ്പോ ആ ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അതേപോലെ ലൈഫ് എന്ത് ചെയ്യാം, മാക്സിമം എൻജോയ് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ഗസ്റ്റ് ആണ് മുബഷിർ അലി. ഈ പ്രാവശ്യത്തെ SSLCയിൽ നല്ല മാർക്കോടെ ജയിച്ചില്ലേ? അപ്പോ ഇനി പ്രതീക്ഷിച്ച മാർക്കാണത്. ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നോ? ഇത്ര തന്നെ പ്രതീക്ഷിച്ചു അല്ലെ. പ്രതീക്ഷ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി +2 ഏത് വിഷയം എടുക്കാനാണ് ശേഷം? കൊമേഴ്സ്, സയൻസ്, പിന്നെ ഹ്യൂമാനിറ്റീസ് ഏതെടുക്കാം? കൊമേഴ്സ്. എന്താ കൊമേഴ്സ് എടുക്കാൻ സയൻസ് എടുത്തൂടെ? അതാ ഈസി എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ടോ അത് ഈസി ആണെന്നുള്ളത്? എന്തേ എന്നിട്ട് ശരിയായിട്ടാ? അപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കാന്നാ. അപ്പോൾ എനിക്ക് കൊമേഴ്സ് ആണ് ഒന്നുകൂടെ ഈസി എന്ന് തോന്നുന്നത്, അതുകൊണ്ട് കൊമേഴ്സ് എടുക്കാൻ പോവാണ്. അപ്പോൾ കൊമേഴ്സിൽ ഇതുപോലെ തന്നെ ഇതിനേക്കാളും നല്ല വിജയം ഉണ്ടാവില്ലേ? ഉണ്ടാക്കൂലേ? നോക്കുന്നില്ല, നോക്കിയിരിക്കും, ഉണ്ടാക്കും. എന്നിട്ട് നമുക്ക് വായനയൊക്കെ ഉണ്ടോ? ഓരോ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ നോക്കണ്ടോ? അങ്ങനെ നോക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു വായിക്കാൻ വേണ്ടി തുടങ്ങാൻ ഞാനൊരു പുസ്തകം തരാം. ഈ പുസ്തകം വായിക്കുന്നതോടെ പുതിയൊരു വായന ഉണ്ടാവണം. പുസ്തകം അല്ലാതെ വേറെ കുറെ വായിച്ചു കഴിഞ്ഞാല് പിന്നെ അല്ലാതെ പഠനം നിർത്തി വേറെ ബൈക്ക് പോകേണ്ട പരിപാടി ഉണ്ടാവും? ഇല്ലല്ലോ. പഠിക്കാണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, ആൾക്കാരുടെ ഒരു വില ഉണ്ടാവില്ല. അല്ലെ പഠിക്കാത്തവർക്ക് വില ഇല്ല എന്നല്ല, പക്ഷെ പഠിച്ചു കഴിഞ്ഞാല്
ഒന്നും കൂടെ കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കൂലേ അല്ലേ? ഓക്കെ, പിടിച്ചോ. ബൈ. നമ്മുടെ അടുത്ത ഗസ്റ്റാണ് മുഹമ്മദ് അഫ്രദ്. ഇവന് ഈ പ്രാവശ്യത്തെ SSLC അത്യാവശ്യം നല്ല മാർക്കോടെ പാസ്സായതാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നോ ഇങ്ങനെ മാർക്ക് SSLC പാസ്സായിട്ട് ആരെങ്കിലും വന്ന് അന്വേഷിച്ച് പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തന്നോ? ഇല്ല. എന്തുണ്ടാ? ഫുൾ A+ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരും അങ്ങനെ പരിഗണിക്കില്ല. പക്ഷെ നമ്മൾ SSLC പാസ്സായില്ലേ, എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? കുഴപ്പമില്ല, വിചാരിച്ചത് എഴുതാൻ പറ്റിയിട്ടുണ്ട്. മാർക്കോ? മാർക്ക് അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. പ്രതീക്ഷിച്ചത് പോലെ ആയിട്ടില്ല. പ്രതീക്ഷിച്ചതില് ഇനി കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കുറെ എന്തുകൊണ്ട് പറഞ്ഞ് കൊറോണ ഒക്കെ ഉള്ളതുകൊണ്ട്. പാവം കൊറോണ ഉള്ളതുകൊണ്ട് പഠനത്തിൽ കുറച്ച് ഉഴപ്പിപ്പോണ്ട് വിചാരിച്ചത്ര മാർക്ക് കിട്ടില്ല. അതിപ്പോ എങ്ങനെ പരിഹരിക്കും? വിചാരിച്ച മാർക്ക് എവിടെ പിടിക്കും? +2 പിടിക്കണം. അപ്പൊ +2 ഇതിലും കൂടുതലുള്ള വിജയം എനിക്ക് പറ്റും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ +2 എന്താണ് പരിപാടി? കൊമേഴ്സ് എടുക്കാൻ കാരണം എന്താ? ഹാർഡാണെന്താ? എന്താ പറയുക, സയൻസ് അങ്ങനെ ഹാർഡൊന്നുമില്ല. പിന്നെ കൊമേഴ്സിനേക്കാണ് ഹാർഡ് സയൻസ്, അല്ലെ സയൻസിനേക്കാണ് എളുപ്പം കൊമേഴ്സ് ഒന്നുമില്ല. നീ എങ്ങനെയാണോ അച്ചീവ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും അതിന്റെ പിന്നെ കോലം. നിനക്ക് കൊമേഴ്സ് മാത്രമേ കോൺസെൻട്രേറ്റ് ആണെങ്കിൽ അത് ചെയ്യാം, പറയുന്നില്ല മാറ്റണമെന്നൊന്നും. അപ്പോൾ SSLC-യേക്കാളും കൂടുതൽ നല്ലൊരു മാർക്ക് +2 പ്രതീക്ഷിക്കുന്നില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ്, ഒരു ചെറിയൊരു സപ്പോർട്ട്. വായനശീലം ഉണ്ട് അല്ലേ? അപ്പോൾ ആ വായനശീലം ഒന്നുകൂടി തുടരാൻ വേണ്ടിയിട്ട് ഇതൊരു ചെറിയൊരു ഗിഫ്റ്റ്, ഒരു പുസ്തകം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് പുതിയൊരു ഇതിലേക്ക് കാണാം. അടുത്ത ഗസ്റ്റാണ് അപ്സര KT. അപ്സരയോട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. SSLC-യിൽ ഈ പ്രാവശ്യം ജയിച്ചു, നല്ല മാർക്കായിരുന്നു അല്ലേ? എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 9 A+, ഒരു B+. ഏതിലാ B+ ആയത്? കണക്കൂട്ടിൽ ചെറുതായിട്ട് ഇവിടെയും തെറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല അല്ലേ? അപ്പോ ഒരുപാട് അനുമോദനങ്ങളൊക്കെ വന്നോ? ഒരുപാട് വന്നോ? അല്ലാതെ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർക്ക് നാട്ടുകാർ ഒരു ഫുൾ A+ കിട്ടുന്ന ആൾക്കാർ അതേ കിട്ടിയോ? അത്ര കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ്, നമുക്ക് എന്ത് ചെയ്യാം തരാം. അതിന്റെ മുന്നേ ആയിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് SSLC ഇപ്പൊ കഴിഞ്ഞു. SSLC ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? 10ാം ക്ലാസ്സിലായിരുന്നു, പൊളിയായിരുന്നു. അപ്പോ വെറും പഠനം മാത്രമായിട്ട് മുന്നോട്ടുണ്ടായിരുന്നു? കളിയും. ഓക്കെ, അപ്പൊ ആ കളി കൊണ്ട് പഠനം പോയിട്ടുണ്ടോ? അത് ആ കളിച്ചോണ്ടാണോ എനിക്ക് A+ പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് നിനക്ക് നിന്റെ മാക്സിമം ആണ് നീ ട്രെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോ ഇപ്പൊ ചില ആൾക്കാർ പറയണ്ടേ ഫുൾ A+ കിട്ടണമെങ്കിൽ മുഴുവനായിട്ട് പുസ്തകത്തിൽ തന്നെ ഇരിക്കണം, പഠിപ്പ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യൂ. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അല്ല, നമ്മുടെ ലൈഫ് നമ്മൾ ആസ്വദിക്കണം അല്ലേ? ലൈഫാണോ എക്സാം ആണോ? എനിക്ക് എക്സാം ഇപ്പൊ 10ാം ക്ലാസ്സിന്റെ കാര്യം പറയാം. 10ാം ക്ലാസ്സിൽ ഒരു വർഷം ഉണ്ടല്ലോ, ഈ ഒരു വർഷം നിനക്ക് ഫോക്കസ് ചെയ്ത് നീ ഫുൾ A+ മാത്രമാണോ, അല്ല നിനക്ക് അടിച്ചു പൊളിച്ച് അത്യാവശ്യം നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നതാണോ? രണ്ടും നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ അഭിപ്രായം പറയാം, നീ 10ാം ക്ലാസ്സിലേക്ക് ഫുൾ A+ വേണം, നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരിക്കുക. ഇപ്പോൾ ട്യൂഷൻ പോകേണ്ടി വരും, ഫുള്ളായിട്ട് ഇരുന്ന് പഠിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? യെസ്, ഓക്കെ. അപ്പോൾ ഇനി അടുത്ത +2 അല്ലേ? +2 എന്താണ് സബ്ജക്ട് ഉണ്ടല്ലോ കുറച്ച്, ഏതാണ് ചൂസ് ചെയ്യാൻ പറ്റുക? കൊമേഴ്സ് എടുക്കാനുള്ള കാരണം? സയൻസ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ബയോളജി ഒക്കെ. ഓക്കെ, സയൻസ് ബുദ്ധിമുട്ടാണ് നിനക്ക് തോന്നിയതാണോ, അല്ല ആരെങ്കിലും സയൻസ് ടഫാന്ന് പറഞ്ഞാൽ? എനിക്ക് തോന്നിയതാണ് കൊമേഴ്സ് ബെറ്റർ ആണ്. കൊമേഴ്സ് എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് ഉള്ള എങ്ങനെയാണ് മൂവ്മെന്റ് വിചാരിക്കുന്നത്? അതുപോലെ പോണം. എന്റെ ആഗ്രഹം വലുതായിട്ട് ആർമി ഓഫീസറാണ്. യെസ്, ആർമി ഓഫീസർ. അപ്പോൾ എന്റെ നാട്ടിൽ നിന്ന് അടുത്ത ആർമി ഓഫീസറാണ്, ഉറപ്പാണ്, അത് കറക്റ്റാണ്. അടുത്ത ആർമി ഓഫീസർ സിത്താരായിരിക്കും അല്ല? സോറി, അപ്സരയായിരിക്കും. പേര് മാറിപ്പോയി, സോറി, അപ്സരയായിരിക്കും അല്ലേ? അപ്പോ അതിന് വേണ്ട ഒരു ആർമി ഓഫീസർ എന്തായിരിക്കണം എന്നൊരു ബോധമുണ്ടോ? ആർമി നമ്മള് ഇപ്പൊ എല്ലാവർക്കും ഉള്ളതാണ്. ആർമി പോയ പെട്ടെന്ന് മരിച്ചു, പിന്നെ ലൈഫ് തീർന്ന്. പക്ഷെ അങ്ങനെ ചിന്തിക്കാണ്ട് നാടിന് വേണ്ടിട്ട് നമ്മൾ കുറച്ച് യെസ്. അപ്പോ വളരെ എന്താ പറയാ, പ്രീ പ്ലാൻഡ് ആണ് എന്ന് പറഞ്ഞാല്. ഞാൻ ഒന്നുകൂടെ പറയാം, ആർമി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, നമ്മുടെ ഒരു പൗരൻ എന്ന് പറഞ്ഞാൽ ഒരാളാണ്, ജസ്റ്റ് ഒരാള് അവിടെ ജീവിച്ചു മരിച്ചു എന്ന് പറയും. പക്ഷെ ഒരു ആർമി ജീവിച്ചു മരിച്ചു എന്ന് പറയുമ്പോൾ അവന് രാജ്യമാണ്.
അല്ലെ? ഇപ്പോ ഒരു മലയാളി നമ്മളിവിടെ നിന്ന് ഒരു മരിച്ചു കഴിഞ്ഞാല് ആ മലയാളം നമ്മുടെ നാട്ടിൽ ഏറി വന്നാൽ നമ്മളെ മലയാളികൾ കുറച്ച് ആൾക്കാരെ അറിയും. പക്ഷെ ഒരു ആർമി മരിച്ചു കഴിഞ്ഞാലും എന്ത് ഉണ്ടാവും? അവിടെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ആൾക്കാരെ മുഖത്ത് നോക്കി നല്ലത് പറയുന്നതല്ല, മരിച്ചു കഴിഞ്ഞിട്ടും ആൾക്കാർ നല്ലത് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഇതില്ലേ, ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ലൈഫിൽ കിട്ടും. എങ്ങനെയെങ്കിലും ആള് പേടി എന്നില്ല എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനത്തെ ഒരു പേടി ആവശ്യമില്ല. കാരണം പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ കഴിയില്ല. ഇപ്പോ നാട്ടില് ആർമികൾ കുറവാണ്. അപ്പൊ ആർമിയിലേക്ക് പോകുമ്പോൾ ആൾക്കാരിങ്ങനെ പറയില്ല, എടി അങ്ങനെ ശരിയില്ല, നീ പെണ്ണാണ്, നമുക്ക് ആർമിയിലേക്ക് പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാവും, എന്റെ ലൈഫ് അടിച്ചു പൊളിക്കേണ്ടതാണ്, അതൊക്കെ പറയുമ്പോൾ നീ എന്താ ആൻസർ പറയും? ഓൾറെഡി എന്നോട് 2-3 ആൾ പറഞ്ഞു പെണ്ണാണല്ലോ. പക്ഷെ നമ്മളൊരു പെണ്ണ് മുമ്പോട്ട് ചെന്നാൽ വേറെ കുറച്ച് പെണ്ണുങ്ങളോട് വരും അല്ലെ? ഒരു മോട്ടിവേഷൻ. അപ്പൊ നമ്മള് ചിലപ്പോ വലിയ സക്സസിൽ എത്തിയിട്ടിരിക്കാം. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് കൊണ്ട്, നമ്മളൊരു പ്രൊമോട്ടഡ് കൊണ്ട് പുറകിൽ നിന്ന് വരുന്ന ഒരാളെന്ന് ചിലപ്പോ എത്തുമായിരിക്കും. അപ്പൊ ആ ഒരു നല്ലൊരു ചിന്തയും കൂടെ ഉണ്ട്. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഫാമിലി സപ്പോർട്ട്? ഈ ഒരു പട്ടാളത്തിലേക്ക് പോകുമ്പോ ഫാമിലി സപ്പോർട്ട് എങ്ങനെ ഉണ്ടാവാം? ഫാമിലി അച്ഛന് കുറച്ച് പേടിയല്ല. അച്ഛൻ ഞാനൊരു IPS ഓഫീസറാണ്. പക്ഷെ അച്ഛൻ പറയൂ ഇങ്ങനെ പറ്റെങ്കിൽ ആയിക്കൊന്നറിയും. പക്ഷെ അച്ഛൻ IPS ഓഫീസർ, അതാണ് അച്ഛൻ. പക്ഷെ നിനക്കൊരു ആർമിയിലേക്ക് പോകാനാണ്. എങ്ങനെയായാലും പിന്നെ ആർമി ആയിരിക്കണം ലക്ഷ്യം. അപ്പോ ആർമിയിലേക്ക് ചിലപ്പോ ഇൻ കേസ് എന്തെങ്കിലും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയാൽ, അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡ്രോപ്പ് ചെയ്യരുത്. നമുക്ക് ചിലപ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് പല നമ്മൾ മോട്ടിവേഷനിലായാലും ഒരുപാട് ആൾക്കാരെ കാണുന്നില്ലേ? നമ്മൾ ചിലപ്പം പ്രതീക്ഷിച്ച് അത്ര കിട്ടിയില്ലെങ്കിലും അതിന്റെ അടുത്തെങ്കിലും എത്താൻ പറ്റും. ചിലപ്പോൾ അവിടെ കയറി നിന്നാൽ എന്ത് ചെയ്യും, അടുത്ത വാതില് തുറന്നു കാണും. പലപ്പോഴും അങ്ങനെയല്ലേ, നമ്മള് ഇപ്പൊ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുക, അപ്പൊ അവിടെ പോകുമ്പോൾ വിളിച്ചു പറയും അവിടെ ബ്ലോക്കാണ്, ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, പോയി നോക്കി ആ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് അങ്ങോട്ട് കയറിയാൽ കിട്ടും. അപ്പൊ നമ്മൾ അവിടെ പോയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഷോർട്ട് കട്ട് കാണൂലല്ലോ. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ എന്ത് പറഞ്ഞാലും അവിടെ എത്താൻ പറ്റില്ല, ഇപ്പൊ അവിടെ ആൾക്കാർ ആവശ്യമില്ല, അങ്ങനെയൊക്കെ പറയും. ഒരുപാട് നെഗറ്റീവുകൾ വരും. അവിടെ ഒന്നും എന്ത് ചെയ്തത്, തളരരുത്. വായന ശീലമുണ്ടോ? അത്യാവശ്യത്തിന് വായിക്കും. ഒരു പുസ്തകം കിട്ടിയാല് വായിക്കും അല്ലെ? അപ്പൊ ഞാനൊരു പുസ്തകം തരാം. ഈ പുസ്തകം ചിലപ്പോ വലിയ സംഭവം ഒന്നും ആയിരിക്കില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷമാണ്. ഈ സന്തോഷം കൊണ്ട് ഞാൻ അവസാനം ഒരു ആർമി ഓഫീസർക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇതേപോലെ ഒരു ആർമി ഓഫീസർ കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാനും എനിക്കൊരു സ്റ്റാറ്റസ് വെക്കാനെങ്കിലും കഴിയണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്ത ഒരു ആർമി ഓഫീസറെ ഇന്റർവ്യൂവിന് ഞാൻ ഇനി വിടും. അതിന്റെ മുന്നേയും എനിക്ക് വരാനുള്ള വകുപ്പ് +2 ഉണ്ടാക്കണം, ഡിഗ്രിയിൽ ഉണ്ടാക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ ഫ്രണ്ട്സ്. നമ്മളെ അടുത്ത ഗസ്റ്റ് ആണ് അർഷാൽ അല്ലേ? അർഷാല് എങ്ങനെ മാർക്ക് എങ്ങനെ SSLC-യിൽ? കുഴപ്പമില്ല മീൻസ് അത്യാവശ്യം വിജയിച്ചിട്ടുണ്ട്, മോശമില്ലാത്ത രീതിയിൽ. തീരെ ഡൗൺ ഒന്നല്ല, ബിലോ ആവറേജ് ഒന്നല്ലല്ലോ, നല്ല ആവറേജ് ആണ്. ഞാൻ അവന്റെ വീട്ടിൽ മുന്നേ വന്നിരുന്നു. അപ്പോ പരാതികളായിരുന്നു, വീട്ടുകാർ പഠിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ്. അപ്പോ നീ എന്നോടത് പറഞ്ഞിരുന്നല്ലേ, പഠിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ കളിയും കാര്യങ്ങളൊക്കെ പക്ഷെ അച്ചീവ് ചെയ്തിട്ടുണ്ട്, മോശമില്ലാത്ത വിജയം നേരിട്ടുണ്ട്. ഇനി +2 എന്താ? സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്? കൊമേഴ്സ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോ തീരുമാനം എടുക്കാൻ സമയമുണ്ട്, പക്ഷെ സമയമില്ല. +2 അഡ്മിഷന് കൊടുക്കുന്ന വരെയാണ് എന്റെ സമയം. അതിന്റെ ഇടയിൽ തീരുമാനം എടുക്കണം. അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് പറയാനല്ല. പക്ഷെ ഞാനീ പറഞ്ഞുകൊണ്ട് ഇനി ചാടിക്കയറിയതൊന്നും ചൂസ് ചെയ്യണമെന്നില്ല. പിന്നെ അഡ്മിഷന്റെ സമയത്ത് കുറെ പേപ്പർ വരുമ്പോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കൊമേഴ്സിന് കൊടുക്കുമ്പോൾ അങ്ങനെ ഞാനും കൊമേഴ്സിന് കൊടുക്കാം എന്ന് വിചാരിക്കരുത്. നിനക്കുള്ളിൽ നിനക്ക് എന്താണ് തോന്നുന്നത്, ഏതാണ് നിനക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കണം. അപ്പൊ ചിലപ്പോൾ നിന്റെ കൂടെ ആരും ഉണ്ടായിരിക്കില്ല, അതൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല. നിനക്ക് എന്താണോ തോന്നുന്നത് അത് നീ കൊടുക്കാം. പിന്നെ ഇനി എന്താ ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടോ, മുന്നോട്ടൊരു ലക്ഷ്യം? എന്നാൽ ഇപ്പൊ SSLC കഴിഞ്ഞ രീതിയിൽ ലക്ഷ്യം ഉണ്ടാവില്ലേ? തുടർന്ന് പഠിച്ച് പോകണം, അങ്ങനെ പറയാൻ പറ്റില്ല. തുടർന്ന് പഠിച്ചു പോകാൻ ഇപ്പൊ ഒരു ലക്ഷ്യം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും കൂടിയാണ്, എനിക്ക് നിൽക്കും കൂടിയാണ് ലക്ഷ്യം. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, എന്താണ് ലക്ഷ്യം എന്നുള്ളത് എല്ലാവർക്കും കൂടിയാട്ടോ, നിനക്കും. അടുത്ത +2 ആയിരിക്കണം നിന്റെ ലക്ഷ്യം. +2-ല് നല്ല മാർക്കോടെ സേഫ് ആക്കുക. ആ ഒരു സ്റ്റെപ്പ് സേഫ് ആക്കുക. നമ്മൾ സാധാരണ ബിൽഡിംഗ് എടുക്കാൻ പോകുമ്പോ 2nd ഫ്ലോറിലേക്ക് ഉണ്ടാക്കുമ്പോ 1st ഫ്ലോറിലേക്ക് ഉള്ള ആ കോണിയില്ലേ, കോണി കറക്റ്റ് ആയിട്ട് എപ്പോഴും ഫിറ്റ് ചെയ്യില്ലേ, അതേപോലെ നിന്റെ ലൈഫിന്റെ ഓരോ പടിയാണ്. ഇപ്പൊ 10ാം ക്ലാസ് സെറ്റാണ്, കുഴപ്പമില്ല. ഇനി അടുത്ത പടിയാണ് +2. അങ്ങനെ ഓരോ പടിയും സെറ്റായി കഴിഞ്ഞാൽ നിനക്ക് അവസാനം നല്ലൊരു അച്ചീവ് ചെയ്യാൻ പറ്റും, നല്ലൊരു ലൈഫ് അച്ചീവ് ചെയ്യാൻ പറ്റും. ലൈഫാണ് നമ്മുടെ
ഫോക്കസ് ചെയ്യേണ്ടത്. കുറെ പഠിച്ച് ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല. ലൈഫിൽ നമുക്ക് സക്സസ്, നീ പഠിച്ചില്ല കുഴപ്പം, നീ പഠിക്കുന്നില്ല, നീ വേറെ വർക്ക് ചെയ്യാൻ പോവാണ് എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ ആ വർക്കിൽ നീ എന്ത് ചെയ്യണം? സക്സസ് ആകണം. നമ്മുടെ ഏത് ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും ഒരു അക്കാഡമിക് ക്ലിയർ ആണ്. ആൾക്കാര് ഈ 10ാം ക്ലാസ് പാസ്സായപ്പോ ആൾക്കാർക്ക് ഗിഫ്റ്റ് ഒക്കെ ആരും തന്നോ? വീട്ടുകാർക്ക്. അല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങനെ ഒരു അനുമോദനങ്ങളായിട്ടോ അങ്ങനൊന്നും വന്നോ? ഇല്ല. എന്താ വരാത്ത എനിക്ക് തോന്നുന്നത്? പക്ഷെ നിനക്ക് മാർക്ക് കുറവാണോ? നിന്റെ അഭിപ്രായത്തിൽ നിനക്ക് ആവുന്നതിന് മാത്സിൽ നീ മാർക്ക് വാങ്ങിയിട്ടില്ലേ? അപ്പൊ ആരും അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, ആൾക്കാർ ഉണ്ടാവുന്നത് നിന്റെ ലൈഫിൽ 1-2 മിനിറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നിന്റെ വീട്ടുകാരും നീയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് മാക്സിമം നമ്മൾ നല്ല നിലയിൽ എത്തുമ്പോൾ മാത്രമേ ആൾക്കാരുണ്ടാവും. നമ്മളൊന്ന് താണു കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാണില്ല. ആ സമയത്ത് നമുക്ക് തന്നെ നമ്മൾ തന്നെ ആയിരിക്കണം സപ്പോർട്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു ചെറിയൊരു സപ്പോർട്ട് തരാം. വായിക്കാൻ ഇഷ്ടമാണോ? വായനുണ്ടോ? പുസ്തകം അല്ലാതെ, പഠിക്കാനുള്ള പുസ്തകം അല്ലാതെ പുറത്തുനിന്ന്. അപ്പൊ അങ്ങനെ ഒരു വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പുസ്തകം. ഇത് ചിലപ്പോ ഈ പുസ്തകം കൊണ്ട് നിനക്ക് വലിയ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഈ അക്ഷരങ്ങൾ കൊണ്ട് എനിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നല്ല നിലയിലേക്ക് എത്താൻ ശ്രമിക്കാം. ഒരു വായനക്ക് തുടക്കാം. ഈ പുസ്തകം വായിക്കണം. ഇത് അവിടെ തന്നെ ഷെൽഫ് കൊണ്ടാക്കരുത്, വായിക്കണം. വായിച്ചിട്ട് നീ എവിടേക്ക് കളഞ്ഞു കുഴപ്പമില്ല, പുസ്തകം വായിക്കാം. അതുപോലെ ഒരുപാട് പുസ്തകം എനിക്ക് വായിക്കാൻ കഴിയട്ടെ. ഇത് +2 നല്ല നിലയിൽ പാസ്സാവണം. ആരും പറയുന്നത് ശ്രദ്ധിക്കണ്ട. നീ പറഞ്ഞല്ലോ, നീ അന്ന് ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു ഞാൻ പഠിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ബാക്കിയുള്ളവരും പറയുന്നത് അവൻ പഠിക്കുന്നില്ല, ഫുള്ള് കളിയാണ്. പക്ഷെ നീ തെളിയിച്ചു. കൺഗ്രാജുലേഷൻ, നീ തെളിയിച്ചു. നീ അന്ന് അത്രയും കളിച്ചിട്ടും നീ എന്താക്കി ഈ മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നീ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നിനക്ക് ഇതിനും കൂടുതൽ സക്സസ് ആവാൻ പറ്റും. അപ്പോ ഒരു കാര്യം മനസ്സിലായാലോ, മാർക്ക് 1 പറഞ്ഞപ്പോ ആരും അപ്രീഷിയേറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോ കൂടുതൽ മാർക്ക് കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആളുണ്ടാവും 2-3 ദിവസം. പിന്നെ നമ്മൾ തന്നെ നോക്കണ്ടേ. അപ്പോ നമ്മളെ ലൈഫ് നമ്മൾ തന്നെ സെക്യൂർ ആക്കുക, നമ്മൾ തന്നെ പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത ഗസ്റ്റ് ആണ് മുഹമ്മദ് റായിൽ. റായിലിന് അത്യാവശ്യം നല്ല മാർക്കുണ്ട്. എങ്ങനെ മാർക്ക്? ഫുൾ A+ ആണ്. ഭയങ്കര സംഭവമാണ്. ഇതിനേക്കാൾ ഉണ്ടോ? ഇനി അപ്പുറത്ത് വാങ്ങാനുണ്ടോ? ഇല്ല. മാക്സിമം എക്സ്ട്രീം SSLC കിട്ടാവുന്ന ടോപ്പ് മാർക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? +1 തന്നെ. ഇപ്പൊ കൊമേഴ്സോ സയൻസോ അങ്ങനെ ഏതെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? തീരുമാനിച്ചില്ല. അപ്പൊ ഇനി അവസരം ഉണ്ടെന്ന് പറയുന്നത്, സമയമുണ്ട്. ഒന്നുകൂടി ഓന്റെ ലൈഫിൽ ഓന്റെ കാലിബറിനെ ഒന്നുകൂടെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് സയൻസോ കൊമേഴ്സോ ഏതെങ്കിലും ബെറ്റർ എടുക്കാം. എന്നിട്ടൊരു എയിം ഉണ്ടോ അങ്ങോട്ട് എത്തണമെന്നോ? ഏതെങ്കിലും ഇപ്പൊ സാധാരണ എഞ്ചിനീയർ ആണോ ഡോക്ടർ ആണോ എന്ന് ചോദിക്കില്ല. അങ്ങനെ എന്തെങ്കിലും എയിം ഉണ്ടോ? ഇല്ല, ഇതുവരെ എയിമായിട്ടില്ല. എയിം എങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നു? നമുക്ക് ഇഷ്ടമായതിന്റെ ഓക്കെ. ഏതെങ്കിലും ഉള്ളിൽ തോന്നുന്നുണ്ടോ എനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഉണ്ടോ? പഠനം അല്ലാതെ അതിനോട് കൊണ്ടുപോകുന്ന എഴുത്ത്, വര, പാട്ട്, അങ്ങനത്തെ ഒന്നുമില്ല? വായന ഉണ്ട്. യെസ്. അപ്പൊ വായന ഉണ്ടാവുമ്പോ പിന്നെ ഒന്നുകൂടെ എന്താ പറയാ, പബ്ലിക് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും സംഘടനയുടെ എന്തെങ്കിലും അല്ലേ? MSFന്റെ SKSFന്റെ MSFന്റെ ഒക്കെ സഹചാരിന്റെ ഒക്കെ ആണ്. അപ്പൊ ഇതിന്റെ കൂടെ സംഘടനയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ വായനയുണ്ട്. എനിക്ക് തോന്നുന്നത് അപ്പൊ പബ്ലിക് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും സബ്ജക്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഇത് എന്റെ ഒപ്പീനിയനാണ്, നിനക്ക് എന്താണോ തോന്നുന്നത് അതാണ് നീ, അല്ലെ? അപ്പോ ഞാൻ അല്ലെങ്കിൽ നീ IAS ആണെന്നോ, അല്ലെങ്കിൽ നീ കലക്ടർ ആണെന്നോ, അല്ലെങ്കിൽ ഡോക്ടർ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞാല് എന്റെ അഭിപ്രായമാണ്. അപ്പൊ നീ എന്ത് ചെയ്യണം? തീരുമാനിക്കണം. ഇപ്പൊ നിനക്ക് ഡോക്ടർ ആണെങ്കിൽ നിനക്ക് ഡോക്ടർ ആവാം. പക്ഷെ നീ എടുക്കേണ്ട തീരുമാനമാണ്. അടുത്തൊരു എയിം എന്ന് പറയുന്നത് എന്റെ ഒരു തിയറി പ്രകാരം +2 ആയിരിക്കും. +2 ഇതേപോലെ എക്സ്ട്രീമിലേക്ക് എത്തും. +2 ഇതേപോലെ ഫുൾ മാർക്ക് വാങ്ങാം. അങ്ങനെ ഫുൾ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എനിക്ക് എന്ത് ചെയ്യും? നല്ല ഓപ്ഷനായിട്ട് അവിടെ കിട്ടും. അല്ല, ഇപ്പൊ എനിക്ക് 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയപ്പോ +2 നല്ലൊരു ഓപ്ഷൻ എനിക്ക് ഏത് കൊടുക്കാമെന്ന് ലെവലല്ലേ, അല്ലേ? അപ്പൊ നമ്മളിപ്പോ പറയില്ലേ, ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു 10 രൂപ ഉണ്ട് നമ്മുടെ കയ്യിൽ, നമ്മുടെ അടുത്ത് 1000 രൂപയുള്ള ഒരാളുണ്ട്. 10 രൂപയുള്ള ആൾക്കാർ പിശുക്കിയ ചെലവാക്കുക, എല്ലാം വാങ്ങാൻ കഴിയില്ല ആളല്ല. പക്ഷെ 1000 രൂപയുള്ള ആളെന്ത് ചെയ്യും? ഇഷ്ടമുള്ള സാധനം 10 മിനിറ്റ് ലാസ്റ്റ് പൈസ കൊടുക്കും. ഇപ്പൊ നിന്റെ കയ്യിൽ ഇപ്പൊ 1000 രൂപയുള്ളത്, കാരണം 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആണ്. എനിക്ക് ഏത് സബ്ജക്റ്റും ഈ തിരഞ്ഞെടുക്കാം. അത് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, നിനക്ക് ഇഷ്ടപ്പെട്ട മാത്രം എടുക്കാൻ പറ്റും. ഈ സൂപ്പർ മാർക്കറ്റിൽ ഇഷ്ടംപോലെ സാധനമുണ്ട്, അതൊന്നും മാറി വിൽക്കാൻ നിൽക്കരുത്. നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം നീ ശ്രദ്ധിക്കേണ്ടത്, നിന്റെ ലൈഫിൽ നീ എടുക്കുന്ന ചൂസ് ചെയ്ത സാധനം പിന്നെ കുറച്ചങ്ങോട്ടേക്ക് മാറ്റാൻ എക്സ്ചേഞ്ച് ഓഫർ ഇല്ല, പിന്നെ മാറ്റാൻ കഴിയില്ല. ഇപ്പൊ നീ എടുക്കുന്നുണ്ടാവും, നിന്റെ പൂർണ്ണ
ഇഷ്ടത്തോടെ എടുക്കുന്ന ആ ഒരു സബ്ജക്റ്റായിരുന്നു. ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് അപ്രിസിയേഷൻ ഉണ്ട്, ഒരുപാട് ആൾക്കാരെ വിളിച്ച് സ്കൂൾ ടീച്ചേഴ്സൊക്കെ ഒരുപാട് സംഘടനകളൊക്കെ ഇതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് വായന ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഒരു ചെറിയൊരു പുസ്തകം. അപ്പോൾ ഈ വായനക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സപ്പോർട്ട്. ഈ പുസ്തകം വായിച്ച് നീ വലിയ ആളായിട്ടില്ല, പക്ഷെ ഈ വലിയ പുസ്തകം വായിക്കുമ്പോൾ ഈ ഒരു പുസ്തകം ഞാൻ തന്നതാണെന്നുള്ളൊരു ഓർമ്മക്ക് സൂക്ഷിക്കുക അല്ലേ? അപ്പോൾ അടുത്ത +2 അല്ലെങ്കിൽ അടുത്ത വേറൊരു കോഴ്സ് കഴിഞ്ഞ് ഇതേപോലെ നല്ല വിജയത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് വന്ന് ഇന്റർവ്യൂ എടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ അല്ലേ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇവിടെ ക്യാമറ ഉള്ളത് ഇവിടെ അങ്ങേറ്റത്ത്